വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം 2028ഓടെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. വിഴിഞ്ഞത്തെ പ്രധാന കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക വകയിരുത്തി. തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാലയ്ക്കായി കേന്ദ്രവുമായി ചർച്ച നടത്തണമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം 2045-ൽ പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ 2028 ഡിസംബറോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ധാരണയായതായി ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. സർ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് തന്നെ 2028 ഡിസംബറോടുകൂടി പൂർത്തിയാക്കാൻ ധാരണയായി. ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ്. ടൈം ഓവർ റണ്ണിന്റെയും കോസ്റ്റ് ഓവർ റണ്ണിന്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കിയാണ് വിഴിഞ്ഞം തുറമുഖം 2028ഓടെ പൂർത്തിയാകുന്നത്. കൺസെഷണറായ AVPPL തുറമുഖം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് 9,500 കോടി രൂപ നിക്ഷേപിക്കും. തുറമുഖ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കേണ്ട മുഴുവൻ ചെലവും ഇതുവരെ വഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന നിലയിൽ കേന്ദ്രം ഏറ്റിരുന്ന തുകയും സംസ്ഥാനം നൽകേണ്ട അവസ്ഥയാണെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാലയ്ക്കായി കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണത്തിനുള്ള ഭൂമി വാങ്ങുന്നതിനായി കിഫ്ബി വഴി 1000 കോടി രൂപ വകയിരുത്തി. കോവളം ബേക്കൽ ജലഗതാഗതത്തിന് 500 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്തെ കൂടി ഉൾപ്പെടുത്തി തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 തന്നെ ആരംഭിക്കും. വിഴിഞ്ഞത്തെ മുന്നിൽ കണ്ട് ദേശീയ സംസ്ഥാന പാതകളുടെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.